ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നലെ നമ്മൾ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ടൈറ്റിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ വീടിന് തൊട്ട് ബാക്കിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. അതായത് രാവിലെ ഒരു 11 മണി മുതൽ ഒരു ചേരയാണെന്നാണ് കണ്ടവർ പറഞ്ഞത് കേട്ടോ. ചേര കയറിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. കീരിയൊക്കെ ഇങ്ങനെ മാന്തി വെച്ചിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കുഴിയായിട്ടൊന്നും തോന്നത്തൊന്നുമില്ല, ചെറിയൊരു കുഴിയായിരുന്നേ. അപ്പോൾ അത് കണ്ട് ചേര കയറി ഇരിക്കുന്നതെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് പുറത്തോട്ടാക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ചേരയല്ല എന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ. നല്ല വിഷമുള്ള ഇനമാണ് എന്ന് ആളുകൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ആരും ഇല്ലല്ലോ അവിടെ, ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ആ സമയം പിന്നെ വേറെ ആളുകളെയൊക്കെ നമ്മൾ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്ന് നോക്കാമോ, പാമ്പാണെന്ന് സംശയമുണ്ട്. നമ്മൾ കണ്ടില്ലായിരുന്നു, കൊച്ചു പിള്ളേരൊക്കെയാണ് കേട്ടോ കണ്ടത്. സംശയമുണ്ട്, പാമ്പാണെന്ന് തോന്നുന്നു, വന്ന് നോക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആളുകൾ ഇത് 11 മണി മുതൽ കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ കുഴിക്കകത്ത് ഇങ്ങനെ കയറി ഇരിക്കുക. പക്ഷേ ഇറങ്ങി പോകുന്നതുമില്ല, കൂടെ ഇങ്ങനെ പുറത്തോട്ട് തല എത്തി നോക്കും. പിന്നെ ആളുകൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇത് പാമ്പാന്ന് മനസ്സിലായി കേട്ടോ. പാമ്പാന്ന് പറയുമ്പോഴത്തേക്കും മൂർഖനായിരുന്നു, അവർക്ക് മനസ്സിലായി. അപ്പോൾ കുറച്ച് സൈസ് സാധനം ആയതുകൊണ്ട് അവർക്ക് പിടിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു കേട്ടോ. അടിച്ചു കൊല്ലാനോ അന്നില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ലായിരുന്നു. കുറേ പേരിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കി കേട്ടോ ആ കുഴിക്കകത്ത്. പക്ഷേ അത് പുറത്ത് വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല ശ്രമങ്ങളും പരാജയപ്പെട്ടു ആളുകളുടെ. ഓരോരുത്തർ കുഴിച്ചൊക്കെ നോക്കി. പക്ഷേ ഇത് ഉള്ളിലോട്ട് നല്ല ആഴമുള്ള കുഴിയായിരുന്നേ. അപ്പോൾ അതിനകത്ത് കയറി സാധനം ഇരിപ്പുണ്ടെന്ന് കിളച്ച് നോക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു അതിൻ്റെ അകത്തുണ്ട്, സംഭവം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ല വലിപ്പമുള്ള അതാണ്. അങ്ങനെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫോറസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറൊരിടത്ത് അവർ വർക്കായിട്ട് നിൽക്കുമായിരുന്നു. അവർ പറഞ്ഞത് വേറെ ഒരു സ്ഥലം വരെ പോയിരിക്കുക. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാത്രി 7 മണിയെങ്കിലും ആവും നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത് പുറത്തോട്ട് പോവാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല, അവിടെ തന്നെ നിന്നു. അപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഒരു സംഘം ആളുകൾ വന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇത്ര മണിക്ക് എത്തും, എന്തായാലും നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് കുഴി, എങ്ങനെയുണ്ട്, ഒരുപാട് അങ്ങ് ഉള്ളിലോട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളുകൾ അവിടെ ഒരു അതിരുണ്ടായിരുന്നു, അതിരൊക്കെ ഇടിച്ച് നോക്കി കേട്ടോ. അപ്പം ആ സമയത്ത് ഇതിനെ കണ്ടു. അതായത് ഈ കുഴിക്കകത്ത് തന്നെ വലിയൊരു മാളം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് സംഭവം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരൊന്ന് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കേട്ടോ. എങ്ങനെയെങ്കിലും അവർ ചാക്കും പൈപ്പും ഒക്കെ വെച്ചിട്ട് അവർ നോക്കി ഇതിനകത്ത് കയറുമെന്ന്. പക്ഷേ നടക്കത്തില്ല എന്ന് മനസ്സിലായി. സംഭവം അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവർ ഫോറസ്റ്റ് വിളിച്ച് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫോറസ്റ്റിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തു അവർക്ക് അങ്ങനെ അതിനെ മണ്ണൊക്കെ മാറ്റി അതെടുക്കാൻ വേണ്ടിയിട്ട്. എടുത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏരിയയിൽ നിന്ന് ഇത്രയും ഇങ്ങനെ ചേരയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചേരയ്ക്കൊന്നും അധികം വിഷമില്ലല്ലോ. പക്ഷേ ഈ പെരുമ്പാമ്പ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്നിനെ പിടിച്ചു ഒന്നിനെ കണ്ടു എന്ന് പറയുന്നതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ടി വിയിലും പിന്നെ ഓരോരോ ചാനലിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പിടിക്കുന്നത് കണ്ടിട്ടല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. പക്ഷേ സംഭവം പുറത്തെടുത്തപ്പോഴത്തേക്കും നല്ല വണ്ണമുള്ള, നല്ല നീളവും വണ്ണമൊക്കെ ഉള്ള അതായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയുണ്ടോ എന്നൊക്കെ ഇവർ നോക്കി കേട്ടോ. എല്ലാം നോക്കിയിട്ടൊക്കെയാണ് പോയത്. ആ ഭാഗം മൊത്തം അങ്ങ് കാടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല കാടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ മാളങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ കീരിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുഴിച്ച് വെക്കാറുണ്ട്. കീരിയുടെയും പന്നിയുടെയൊക്കെ ശല്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയ്ക്ക് വേണ്ടിയിട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ വങ്കകളുണ്ട്. വങ്കെന്ന് പറയുന്നത് ഇങ്ങനെ കുഴിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ റബ്ബറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ റബ്ബറൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ കുഴികളൊക്കെ കിടപ്പുണ്ട്. അപ്പം ഇതുങ്ങൾക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമുള്ളതാണ്. ഇന്നലെ ആണെങ്കിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൻ്റെ അകത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ടൈറ്റിലും അധികം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ലല്ലോ.
അപ്പോൾ ഓരോരുത്തർ ചോദിച്ചു ഇത് കാടാണോ, കാട് ഏരിയ ആണോ, പാറയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മലയോര പ്രദേശമാണ്, പക്ഷേ ഇന്ന് വരെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം ചേരയൊക്കെ കാണുന്നത് പോലെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ ചേരയൊക്കെ കാണാറുണ്ട്, അല്ലാണ്ട് വിഷമുള്ള ഈ പാമ്പ് അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഫോറസ്റ്റുകാർ വന്നു, ഒരു അരമണിക്കൂറിനുള്ളിൽ അവർ ആളിനെ പൊക്കിയിട്ടു. ഈ വൈകുന്നേരങ്ങളിലാണ് നിൽക്കുന്നവരൊക്കെ വന്ന് ഒരുപാട് പടിഞ്ഞ് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് നേരം അവർ നിന്ന് കിളച്ച് അതിരൊക്കെ ഇടിച്ച് സംഭവം. എന്തായാലും ഫോറസ്റ്റുകാർ വന്നപ്പോഴത്തേക്ക് അവർക്ക് എളുപ്പം ആയിരുന്നു കാര്യം. കാരണം മൊത്തത്തിൽ മണ്ണൊക്കെ മാന്തി സാധനം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ വിളിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും പണി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവരൊരു അരമണിക്കൂറിനുള്ളിൽ ആളിനെ കയ്യിലാക്കി ചാക്കിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ അവിടെ ഒന്നും നിന്നില്ല, വേറൊരാൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും എനിക്കതങ്ങോട്ട് ഇട്ട് തന്നതാണ് കേട്ടോ. നമുക്ക് ചാനലിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നതാണ്. അപ്പോൾ അത് പിടിച്ച് ആൾക്കാർ ചോദിച്ചു എന്ത് ഇനം പാമ്പാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂർഖനാന്ന്. തൊട്ടടുത്ത് ഷെഡൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ. ഇനിയിപ്പോൾ അങ്ങനെ വന്നതാണോ എന്നും അറിയത്തില്ല. എടാ ഇച്ചിരി ഇങ്ങോട്ടേക്ക് വിടാടാ. വീഡിയോസ് വേണ്ട, ഫോട്ടോ.